അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന ഒരു ജില്ലയാണ് തലസ്ഥാനം. BJPക്ക് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള ജില്ലയിലെ പല നിയോജക മണ്ഡലങ്ങളെയും കാത്തിരിക്കുന്നത് ശക്തമായ ത്രികോണ മത്സരമാണ്. നിലവിൽ കോവളം ഒഴികെ ജില്ലയിലെ 13 മണ്ഡലങ്ങളും LDFനൊപ്പമാണെങ്കിലും പിന്നീടുണ്ടായ ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം കോൺഗ്രസിനും BJPക്കും ഏറെ ആത്മവിശ്വാസം നൽകുന്നതാണ്. BJPക്ക് കേരളത്തിൽ അടിസ്ഥാന വോട്ടുകളുള്ള ഒരേയൊരു ജില്ല എന്ന നിലയിലാണ് രാഷ്ട്രീയ കേരളം തിരുവനന്തപുരം ജില്ലയിൽ കണ്ണും കാതും കൂർപ്പിക്കുന്നത്. അടിയൊഴുക്കുകൾ എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. 2021 സീറ്റ് നില പ്രകാരം 14 നിയോജക മണ്ഡലങ്ങളിൽ 13 ഇടതുകോട്ടയായി മാറിയപ്പോൾ കോവളം മാത്രമാണ് UDFനൊപ്പം അടിയുറച്ചു നിന്നത്. എന്നാൽ 2021 കേരളം മുഴുവൻ ആഞ്ഞടിച്ച ഇടതുതരംഗത്തിലുണ്ടായ പ്രതിഫലനം മാത്രമാണ് തലസ്ഥാന ജില്ലയെ ബാധിച്ചതെന്നും 2026 രാഷ്ട്രീയ ചിത്രം മുഴുവൻ മാറിയെന്നുമുള്ള കണക്കുകൂട്ടലിലാണ് കോൺഗ്രസും BJPയും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരവും ആറ്റിങ്ങലും UDFനൊപ്പം നിന്നെങ്കിലും നിയമസഭാ മണ്ഡലത്തിലെ കണക്കുകൾ നോക്കിയാൽ നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും BJPയാണ് ചേർത്ത് നിർത്തിയത്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആ കാഴ്ച തന്നെ തുടർന്നു. എന്നാൽ ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ പാറ്റേൺ അല്ല നിയമസഭയിലെന്ന് ആവർത്തിക്കുന്ന LDF സർക്കാരിന്റെ 10 വർഷത്തെ വികസന പദ്ധതികളിലാണ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണയും നല്ല ത്രികോണ മത്സരമാണ് ഇവിടെ നടന്നിരുന്നത്. പക്ഷേ 3 സ്ഥലത്തും ഞങ്ങൾക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. നേമത്താണെങ്കിലും കഴക്കൂട്ടത്താണെങ്കിലും വട്ടിയൂർക്കാവിലാണെങ്കിലും ആ ത്രികോണ മത്സരത്തിൽ നല്ല വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യവും ആ നിലയിൽ തന്നെ ഈ 3 മണ്ഡലങ്ങളിലും അഭിമാനാർഹമായിട്ടുള്ള വിജയം കൊയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ട ഭരണമാറ്റത്തിന്റെ അലയൊലികൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തരംഗമായി ആഞ്ഞടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF. ഏറ്റവും കുറഞ്ഞത് 7 മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പിക്കുകയാണ് ജില്ലാ നേതൃത്വം. ഇത്തവണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് 7 നിയോജകമണ്ഡലം 7ന് മുകളിൽ കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 7-8 നിയോജകമണ്ഡലം തിരുവനന്തപുരം ജില്ലയിൽ ഉറപ്പായി UDF ജയിക്കും. കരുത്തരെ കളത്തിലിറക്കുന്നതിലൂടെ ഉറച്ച കോട്ടയായ നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും ഇക്കുറി നിയമസഭയിലേക്ക് ചേർത്ത് നിർത്തുമെന്ന കണക്കുകൂട്ടലിലാണ് BJPയും. അത് തീർച്ചയായിട്ടും അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പിൽ ഫലപ്രദമായി ഒരു വിജയത്തിലേക്ക് കൊണ്ടുവരാൻ അങ്ങേയറ്റ അനുകൂലമായ സാഹചര്യമാണുള്ളത്. ഏറ്റവും കൂടുതൽ ത്രികോണ മത്സരങ്ങൾ കാണാനാകുന്ന ജില്ലയായി രാഷ്ട്രീയ തലസ്ഥാനം മാറുമ്പോൾ പൂട്ടിയ അക്കൗണ്ട് BJPക്ക് തുറക്കാനാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.